വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും ഈ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. വേറെ ഒന്നുമില്ല. ഒന്നാമത്തെ കേസ് ഈ ക്ലച്ച് പെട്ടെന്ന് തീർന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതിന് ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് ഇങ്ങനെ കാല് വെച്ച് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും ക്ലച്ച് പെട്ടെന്ന് തേഞ്ഞ് തീരും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ക്ലച്ചിൻ്റെ പെടലൊരു പ്ലേയും കൂടെ വേണം. ഈ പ്ലേ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ക്ലച്ചിൻ്റെ പുറത്ത് നമ്മൾ ക്ലച്ച് പെടലിൻ്റെ പുറത്ത് നമ്മൾ കാല് വെച്ച് ഓടിക്കും പോലെ തന്നെയാണ് ഇതിൽ പ്ലേ ഇല്ലെങ്കിൽ. നമ്മൾ കാല് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കില്ല. കാലിങ്ങനെ വയ്ക്കണം. ക്ലച്ച് ചവിട്ടേണ്ട സമയത്ത് മാത്രം, ഗിയർ ചേഞ്ച് ചെയ്യേണ്ട സമയത്ത് മാത്രം നമ്മൾ കാല് വയ്ക്കുമെങ്കിലും ചിലർ കാല് എടുത്തിട്ട് തന്നെയായിരിക്കും വണ്ടി ഉപയോഗിക്കണം. പക്ഷേ അവിടെ ഒരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ക്ലച്ചിൻ്റെ പെടലുണ്ട്. ഈ പെടലിലൊരു പ്ലേ വേണം. ഈ പ്ലേ ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വണ്ടിയുടെ ക്ലച്ച് തേഞ്ഞ് തീർന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5000 കിലോമീറ്റർ കൊണ്ട് പെട്ടെന്ന് തേഞ്ഞ് തീരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10000 കിലോമീറ്റർ കൊണ്ട് പെട്ടെന്ന് തീരും. അപ്പോൾ ക്ലച്ചിൻ്റെ ലൈഫിനെ നല്ല രീതിക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതിന് പ്ലേ ഇല്ലാത്തത്. ഇപ്പോൾ പ്ലേ നിങ്ങൾക്ക് ഇല്ലാന്ന് നിങ്ങൾ വണ്ടിയിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പ്ലേ ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഒന്ന് പ്ലേ ഒന്ന് കറക്റ്റ് ചെയ്യണം, നല്ലതായിരിക്കും. ഇപ്പോൾ ഹൈഡ്രോളിക് വണ്ടികൾക്ക് അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഈ കൂടുതൽ ഈ കേബിൾ പറഞ്ഞ ടൈപ്പ് ഉണ്ട്. ആൾട്ടോ, വാഗണർ അങ്ങനത്തെ വണ്ടിക്കൊക്കെ കേബിളാണ്. അപ്പോൾ ഈ വണ്ടിക്കൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കേബിൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ക്ലച്ചിൻ്റെ ലൈഫ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒരു ഇൻഫർമേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ.